ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ബ്യൂട്ടി വ്ളോഗ് കഴിയുന്നിടത്തോളം മുടങ്ങരുതെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മോട്ടിവേഷണൽ വീഡിയോസ്. കുറേ പേർക്ക് ഇത് രണ്ടും ഇഷ്ടമുള്ളൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഇഷ്ടമാണ്. പിന്നെ സമയം കിട്ടുന്ന പോലെയൊക്കെ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ആഴ്ച ഞാൻ മുടക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ രണ്ടൂന്ന് കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഇപ്പോൾ കുറേ DIYs കാണിക്കാറുണ്ടല്ലോ, പല ടൈപ്പ് ഓഫ് ഫേസ് പാക്സ്, പല ടൈപ്പ് ഓഫ് ഫേസ് മസാജ് ക്രീംസ്, അതൊക്കെ. അപ്പോൾ അതിൽ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഓപ്ഷനാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സ്കിന്നിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണല്ലോ. ഏറ്റവും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ഏതിലാണ് കിട്ടുന്നത് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ആഴ്ചയിൽ 1-2 ദിവസം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ സ്കിന്നിന് അത് ഏറ്റവും നല്ല റിസൾട്ട് ഏതിനാണോ കിട്ടുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഞാൻ ഇതിലുള്ള മിക്കവാറും ഉള്ള കാര്യങ്ങൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പറ്റുന്ന പോലെ സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഞാൻ ഔട്ട്ഡോർ ഷൂട്ടെല്ലാം കഴിഞ്ഞ് 3-4 ദിവസം ട്രാവൽ വ്ളോഗ്സിനൊക്കെ സഞ്ചരിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും. അന്നേരം ഫേസൊക്കെ ഭയങ്കര ഡള്ളാകും, ഒരുപാട് ടാനായി, റോഡിലും ഇങ്ങനെ ഭയങ്കര വെയിലത്തൊക്കെ നടന്നിട്ടല്ലേ ഈ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എൻ്റെ സ്കിന്നിന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം DIY പാക്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാൻ നോക്കും. ഓക്കെ, ഡ്രൈനെസ് ഒക്കെ മാറ്റാനും ഒക്കെ. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് മേക്കപ്പ് എല്ലാം മാറ്റിയിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനുണ്ട് രാവിലെയും വൈകുന്നേരം. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ വൈറ്റമിൻ സി ആണെങ്കിലും വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇതൊക്കെ ക്രീംസ് എല്ലാം ഞാൻ അതിൻ്റെ ഡ്രോപ്സും ഒക്കെ ഫേസിൽ പുരട്ടിയിട്ടൊക്കെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്ത് സ്കിന്നിന് തരുന്നു അത് ഞാൻ ഉപയോഗിക്കും. കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. മുഖത്ത് അപ്ലൈ ചെയ്യുന്ന കാര്യമാണെങ്കിലും ഭയങ്കര കെയർഫുള്ളാണ്. പിന്നെ സ്വന്തം സ്കിന്നും ഹെയറും ഒക്കെ നമ്മളല്ലാണ്ട് വേറെ ആരാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്? അല്ലേ, നമ്മൾ തന്നെയല്ലേ നോക്കേണ്ടത്. ഒരു കാര്യം, ഇത് ഇപ്പം എന്തായാലും നമുക്ക് പ്രായമാകാത്ത സ്കിന്ന് കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാളല്ലേ. പക്ഷെ പ്രായമാകില്ല എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി പ്രായമാകും. പ്രായം എന്തായാലും ആകും. അത് എന്താ പറയുക, നേച്ചറിൻ്റെ ഒരു രീതിയാണല്ലോ. അപ്പോൾ എല്ലാവരും ചിരഞ്ജീവികളായിട്ട് ജീവിക്കില്ലല്ലോ. ഒരു ജീവിതം ഇങ്ങനെ പോകുമ്പോൾ കുറേ കാലം നന്നായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു സൈക്കിൾ ഓഫ് ലൈഫ്. അങ്ങനെയാണല്ലോ എല്ലാവർക്കും, മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും പക്ഷികൾക്കാണെങ്കിലും എല്ലാവർക്കും, ജീവജാലങ്ങളെല്ലാവരും ജനിക്കുന്ന സമയം തൊട്ട് ജനിച്ചു വളർന്ന് വലുതായി പിന്നെ അവസാനം ഡീക്കേ ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ മരണത്തിലേക്ക് തന്നെയല്ലേ അവസാനം പോകുന്നത് അൾട്ടിമേറ്റ്ലി. പക്ഷേ ജീവിക്കുന്ന കാലം അത്രയും നല്ലതായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം, ഫിസിക്കലി ആൻഡ് മെൻ്റലി. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. കുറേയൊക്കെ വിധിയാണ്, കുറേയെല്ലാം നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ നമ്മളെ കെയർ ചെയ്യണം. സെൽഫ് കെയർ, അത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ. അതായത് പ്രായമാകരുതെന്ന് വിചാരിക്കുന്നത് പ്രായമായാലേ പറ്റുള്ളൂ എന്തായാലും. പക്ഷേ എങ്കിലും നമ്മളെപ്പോഴും ഉള്ള വയസ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ താഴത്തെ വയസ്സുകാരെ പോലെ ഇരിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു 60 വയസ്സാകുമ്പോഴും 50 വയസ്സിൻ്റെ ചെറുപ്പം നിലനിർത്തുക, അങ്ങനെ 10 വയസ്സ് താഴോട്ട് നോക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിലേറ്റവും പ്രധാനം എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ഹെൽത്താണ്. സ്കിന്നിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ സ്വന്തം നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ഷൻ എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ സ്കിന്നിൽ ചുളിവുകൾ വരും, ഫൈൻ ലൈൻസ് വരും, റിങ്കിൾസ് ഒക്കെ നാച്ചുറലാണ്. അത് സ്വാഭാവികമായി വരുന്ന കാര്യങ്ങളാണ്. ചുളുക്കുകളും എന്താ പറയുക ഇങ്ങനെ വരുമല്ലോ, തലമുടി നരയ്ക്കും. അതിനൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഇപ്പോൾ കളർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല. സ്കിന്നാണ് പ്രശ്നം. അതിനെ അങ്ങനെ മേക്കപ്പിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെങ്കിലും വിത്തൗട്ട് മേക്കപ്പ് കണ്ട ആൾക്കാർക്ക് അത് അയ്യോ അവരുടെ സ്കിന്ന് കംപ്ലീറ്റ് പോയല്ലോ, ആ ഒരു പ്രായം, ഭയങ്കര പ്രായം, ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ പ്രായം തോന്നിക്കുക, അതെല്ലാം കഷ്ടമല്ലേ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. സ്കിന്നിന് കെയർ, എന്താ വേണ്ടത്, സ്കിന്നിന് കെയർ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ രാത്രി കിടക്കുന്ന സമയത്താണ് സ്കിൻ ഏറ്റവും കൂടുതൽ റിപ്പയർ ചെയ്യാൻ സാധ്യതയുള്ള സമയം. പകലെല്ലാം നമ്മുടെ സ്കിന്ന് വളരെയധികം ചുറ്റുമുള്ള പൊല്യൂഷൻ കൊണ്ട് ഡാമേജ്ഡ് ആകുന്ന, നമ്മൾ മേക്കപ്പ് ഇടുന്നതുകൊണ്ടാകാം, നമ്മൾ പുറത്ത് പോകുന്നതുകൊണ്ടാകാം, സൺ ഡാമേജ് ആകാം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി സ്കിന്നിന് റെസ്റ്റ് കിട്ടുന്നപ്പോഴാണ് നമ്മൾ കിടന്ന് ഉറങ്ങുന്നൊരു സമയം. ആ സമയം സ്കിൻ റിപ്പയർ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞിട്ട് രാത്രി ഒരു സിമ്പിൾ ഒരു ക്രീം ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ അത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യുന്ന ക്രീമാണെങ്കിൽ രാവിലെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, സ്കിന്ന് നന്നായിട്ടിരിക്കും. സ്കിന്നിൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് മുതലായ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ ഇത്തരം ക്രീം ഉപയോഗിച്ചിട്ട് കിടന്നുറങ്ങിയാൽ നല്ലതായിരിക്കും. അപ്പോൾ സ്കിന്നിൽ ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് അഥവാ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരും. പിന്നെ വരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡിലേഡ് ആയിട്ട് വരും, വളരെ ലൈറ്റായിട്ടേ വരുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെറുപ്പം നിലനിർത്താനായിട്ട് രാത്രി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീം
ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിൽ 3 പ്രധാന കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അലോവെറ. അലോവെറ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അലോവെറ ജെൽ. അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന കാര്യമാണ്. പിന്നൊരു കാര്യം ഗ്ലിസറിനാണ്. ഗ്ലിസറിനൊക്കെ ഭയങ്കരമായി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്കിന്നിന്. മൂന്നാമത്തെ കാര്യം ഒരു നല്ലൊരു ഓയിൽ. അതിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഹൊഹോബോ ഓയിലാണ്. അതല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇത് രണ്ടും ഓക്കെയാണ്. അതിലേതെങ്കിലും ഒരു ഓയിൽ കൂടെ മിക്സ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മളൊരു ക്രീം തയ്യാറാക്കാം. ഓക്കെ, ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഗ്ലിസറിൻ. ഗ്ലിസറിൻ എന്ന് പറഞ്ഞിട്ട് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കാം. ഓക്കെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഗ്ലിസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മോയ്സ്ചർ മാഗ്നറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ നഷ്ടപ്പെടാണ്ട് അതിനകത്ത് തന്നെ ലോക്ക് ഇൻ ചെയ്യും. സ്കിന്നിൽ ആവശ്യത്തിന് മോയ്സ്ചർ ഉണ്ടെങ്കിൽ സ്കിന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിരിക്കുള്ളൂ, നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ വരുള്ളൂ. അപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്ത്, നമ്മളിപ്പോൾ AC ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫാൻ ഇട്ടിട്ടൊക്കെയാണല്ലോ കിടന്ന് ഉറങ്ങുന്നത്. അന്നേരം നമ്മൾ ഫേസ് ഡ്രൈ ആവാണ്ട് നല്ല മോയ്സ്ചറൊക്കെ ലോക്ക് ഇൻ ചെയ്ത് അതൊരു നല്ലൊരു സോഫ്റ്റ്നെസ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അത് കൂടാണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് മുതലായ കാര്യങ്ങൾ വരില്ല. വന്നാലും അത് വളരെ ലൈറ്റായിട്ട്, അത് വളരെ താമസിച്ച്, വളരെ ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ അത് നീണ്ടു പോവുള്ളൂ. ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കുറേ കൂടി കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. വളരെ സാവധാനം, അതും വളരെ ലൈറ്റായിട്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സ്കിന്നിനെ സോഫ്റ്റ് ആക്കും, പ്രിവെൻറ്റ്സ് റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ആൻഡ് സ്മൂത്ത് ആക്കി തരും. അപ്പോൾ ഒരു നല്ലൊരു റിപ്പയർ വർക്കാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഭയങ്കര സൂത്തിങ് ആണ്. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും ഇത് വളരെ ഗുണം ചെയ്യും, നല്ലതാണ്, വലിയ കുഴപ്പമുണ്ടാവില്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഹൈഡ്രേഷൻ തരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മോയ്സ്ചർ ലോക്കിങ് ചെയ്തിട്ട്. പക്ഷേ ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കുറച്ച് അല്ലെങ്കിൽ ഇച്ചിരി തിക്നെസ് കൂടുതലുള്ളതാണ്. കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത്, അതായത് റോസ് വാട്ടർ അല്ലെങ്കിൽ സാധാരണ വെള്ളം എന്തെങ്കിലും കൊണ്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചാലാണ് ബെറ്റർ. അപ്പോൾ ഇപ്പം നമ്മളുണ്ടാക്കുന്ന ക്രീമിൽ പ്രത്യേകിച്ച് ഒരു ഡൈല്യൂഷൻ്റെ ആവശ്യമില്ല. വേറെ 2-3 കാര്യങ്ങൾ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഗ്ലിസറിൻ മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യുക. റോസ് വാട്ടർ വെച്ച് ഡൈല്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അതാണ് നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത്തെ കാര്യം അലോവെറ. അതിനെക്കുറിച്ച് പറയാം. അലോവെറയുടെയും സിമിലർ ഫങ്ഷൻസ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്ത് തരും, നല്ല സോഫ്റ്റ് ടെക്സ്ചർ ആക്കി തരും, ഹൈഡ്രേറ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സിമിലർ ആണ് കേട്ടോ. ഇതിനും ഈ ഗ്ലിസറിനുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് അലോവെറയ്ക്കും ഉള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ചെയ്യും. ഫെയ്ഡ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏജ് റിലേറ്റഡ് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്കിന്ന് കുറച്ചുകൂടി യങ് ആൻഡ് സോഫ്റ്റ് ആയിട്ട്. സോഫ്റ്റ് സ്കിൻ എന്ന് പറഞ്ഞാൽ ബേബി സ്കിൻ, അത് കുറച്ചുകൂടി യങ് സ്കിന്നാണ്. അപ്പോൾ നല്ല സ്കിന്ന് നല്ല യങ്, സ്മൂത്ത്, അങ്ങനെ ആ ഒരു സൂത്തിങ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും, നറിഷ് ചെയ്യും, വളരെ സൂത്തിങ് ആയിട്ട് നമ്മുടെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് കിട്ടും. ആൻഡ് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഒന്നും വരാണ്ട് സൂക്ഷിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അലോവെറയുടെ ഒരു പ്രവർത്തനം ഇതുകൊണ്ട് കിട്ടുന്നത്. അപ്പോൾ അലോവെറയും സ്കിന്നിനെ റിപ്പയർ ചെയ്യണം. അപ്പോൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ സ്കിന്ന് രാവിലെ ആകുമ്പോൾ റിപ്പയർ ആയിട്ടാണ് വരുന്നത്. പിന്നെ മൂന്നാമത് പറഞ്ഞ കാര്യം ഹൊഹോബോ ഓയിലാണ്. ഹൊഹോബോ ഓയിൽ എന്ന് പറഞ്ഞാൽ JOJ എന്നാണ് പറയുന്നത്. ജോജോബോ എന്നാണ് പ്രൊനൗൺസിയേഷൻസ്, ഹൊഹോബോ. അപ്പോൾ ഇതല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചോളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ എന്താ ഓയിലി ടൈപ്പ് അല്ല. നമ്മുടെ സ്കിന്ന് ഇങ്ങനെ ഓയിലി സ്കിന്നായി മാറും. അങ്ങനെ ഓയിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഓയിലി ഫിനിഷിംഗ് അല്ല. ഇത് നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിൽ ഉണ്ടല്ലോ, സെബം, അതിൻ്റെ അതേ ഫോർമുല ആൻഡ് ടെക്സ്ചറാണ് ഹൊഹോബോ ഓയിലിന്. അതുകൊണ്ട് തന്നെ സ്കിന്ന് അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോൾ ഈ ഹൊഹോബോ ഓയിൽ സ്കിന്നിൻ്റെ കംപ്ലക്ഷൻ, ടെക്സ്ചർ മുതലായ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യും, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനം കൊണ്ട്, ലൈക്ക് പൊല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, സൺ ഡാമേജ്, ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന അത്തരം ഡാമേജസ് എല്ലാം റിപ്പയർ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ റിപ്പയർ വർക്ക് രാത്രിയാണ് നടത്തേണ്ടത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യും, സ്കിന്നിനെ നറിഷ് ചെയ്യും, സ്കിന്നിനെ സൂത്തൻ ചെയ്യും, സ്കിന്നിനെ വളരെ സ്മൂത്ത് ആക്കി തരികയും നല്ലൊരു എന്താ പറയുക യങ് ലുക്കിംഗ് സ്കിന്നാക്കി തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കിയാൽ ഗംഭീരമായിരിക്കില്ലേ. അത് രാത്രി നല്ലതായിട്ട് മസാജ് ചെയ്ത് മുഖത്തിട്ടിട്ട് കിടന്നുറങ്ങിയാൽ, അതിന് മുന്നേ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത്
വൃത്തിയാക്കി ഓക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം തുടങ്ങാൻ. പിന്നെ വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നവർക്ക് വൈറ്റമിൻ സി വേണമെങ്കിലാകാം. ഇതിലിപ്പോൾ വൈറ്റമിൻ ഇ പ്രത്യേകിച്ച് വേണ്ട, കാര്യം ഈ ജോജോബ ഓയിലിൽ വൈറ്റമിൻ ഇയും ഉണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മളെ ഒരുപാട് സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പൊല്യൂഷൻ മുതലായ കാര്യങ്ങൾ, ഫ്രീ റാഡിക്കൽസിൻ്റെയൊക്കെ ശല്യം, അതുകൊണ്ടുണ്ടാകുന്ന ഡാമേജ് എല്ലാം വൈറ്റമിൻ ഇക്ക് ഒരു പരിധിയിൽ കൂടുതൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് വൈറ്റമിൻ ഇ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വേണ്ട. വൈറ്റമിൻ സി വേണമെങ്കിൽ നമുക്കൊരു കോട്ടിങ് ഓഫ് വൈറ്റമിൻ സി വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അത് കുറച്ച് ഡ്രൈനെസ് ഉണ്ടാകും. പക്ഷേ ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ആദ്യം വൈറ്റമിൻ സി തേച്ചിട്ട് മാത്രമേ ഇത് ചെയ്താൽ മതി. അത് ഒരു വൈറ്റമിൻ സി നിർബന്ധമില്ല, വേണമെങ്കിൽ മതി. ഓക്കെ, ഇതെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യാം. ദിസ് ഇസ് അലോവേറ ജെൽ. കുറച്ചെടുക്കട്ടെ. അലോവേറ ജെൽ ഒരു 3 ടീസ്പൂൺ അലോവേറ ജെൽ, ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടി ചേർക്കാം. ഓക്കെ, നാച്ചുറൽ വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അത് സ്പൂണിലെടുത്തിട്ട് കുറച്ച് ഗ്ലിസറിൻ, ഇതിപ്പോൾ 3 ടീസ്പൂൺ അലോവേറ ജെല്ലിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ചേർക്കും. മിക്സ് ചെയ്യാം. ഗ്ലിസറിനും വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. കുറച്ചും കൂടി ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ അടുപ്പിച്ച് ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ 3 ടീസ്പൂൺ അലോവേറ ജെല്ലും 1 ടീസ്പൂൺ ഗ്ലിസറിൻ. അപ്പോഴും നല്ല ട്രാൻസ്പെറൻറ്റ് ലുക്കിലായിരിക്കും. ഇനി ഇച്ചിരി ഓയിൽ, ജോജോബ ഓയിൽ കുറച്ച് ചേർക്കാം. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ചേർത്തു. ഇത് പിന്നെ 1 ടീസ്പൂൺ ജോജോബ ഓയിലും കൂടി ചേർക്കണു. കളർ ചെറുതായിട്ട് മാറും, കുറച്ചൊരു വൈറ്റ് കളറായി. കളർ മാറി. ആ ഓയിലും കൂടി വന്നപ്പോഴാണ് ആ കളർ മാറി, ഒരു ക്രീമിൻ്റെ കളറായി മാറി. മറ്റ് 2 കാര്യങ്ങളും കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ ആണെങ്കിലും അലോവേറ ആണെങ്കിലും ഒരു ഗ്ലാസ് കളറാണ്, വെരി ട്രാൻസ്പാരൻറ്റ്. പക്ഷേ ഇപ്പോൾ ഞാനതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ജോജോബ ഓയിലും കൂടി ചേർക്കും. അപ്പോഴാണ് ഈ കളറായത്. ഇറ്റ്സ് ലൈക്ക് എ ക്രീം. 3 കാര്യങ്ങളേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. യെസ്, ഇറ്റ്സ് ലൈക്ക് എ ക്രീം. നമ്മളിപ്പോൾ ഒരു നൈറ്റ് ക്രീമൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെയൊക്കെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറിക്കഴിഞ്ഞു. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, നല്ല വൈറ്റ് പ്യുവർ വൈറ്റ്. ഇനി ഇത് വേറൊന്നും ചെയ്യാനില്ല. ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് വാങ്ങാൻ കിട്ടുമല്ലോ, വിത്തടപ്പ, അതിലേക്ക് മാറ്റിയാൽ മതി. എന്നിട്ട് സൂക്ഷിച്ച് വയ്ക്കും. പല സൈസിലും കിട്ടും കേട്ടോ, വലുതും ചെറുതൊക്കെ കിട്ടും. ഏതിൽ വേണമെങ്കിലും വയ്ക്കും. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നോ അതനുസരിച്ചിട്ട്. ഒരുപാട് ഉണ്ടാക്കി വെക്കണമെന്നില്ല, ആവശ്യാനുസരണം ഉണ്ടാക്കിയാലും മതി. എന്താ പറയുക, ഒരാഴ്ചത്തേക്കുള്ളത് ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് തീരുമ്പോൾ വീണ്ടും ഉണ്ടാക്കുക. ഓക്കെ, അടിപൊളി ക്രീം ഇസ് റെഡി. ദിസ് ഈസ് അവർ നൈറ്റ് ക്രീം. ഓക്കെ, അപ്പോൾ രാത്രി നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് റിപ്പയറായി നല്ല അടിപൊളിയായിട്ട് റിജുവിനേറ്റഡ് ആയിട്ട് വരും. അങ്ങനെ ചെറുപ്പം നിലനിർത്താനുള്ള നൈറ്റ് ക്രീം ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഞാൻ എൻ്റെ ഫേസിൽ രാത്രി നമുക്ക് ഇടാൻ പറ്റിയൊരു നല്ലൊരു DIY ക്രീമാണിത്. ഇതിൽ നിന്ന് തന്നെ എടുക്കുന്നു. കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, അച്ചിര മതി. നല്ല തണുപ്പ്, ഒരു കൂൾ ഫീൽ. പിന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും കഴുത്തിനെ മറക്കണ്ട. ഞാൻ കാണിക്കുമ്പോൾ സാധാരണ കഴുത്തിനെ ഒഴിവാക്കാറുണ്ട്, എങ്കിലും നോക്കിക്കോളും. ഒരല്പം മതി കേട്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്, ഞാൻ എടുത്ത കൂടുതലായി പോയി. ഓക്കെ, ഒന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മോയ്സ്ചറെല്ലാം കറക്റ്റ് ഹൈഡ്രേറ്റ് ചെയ്ത മോയ്സ്ചറൊക്കെ അകത്തേക്ക് ലോക്കിൻ ചെയ്ത് കിട്ടുകയാണ്. ഒന്നും നഷ്ടപ്പെടില്ല, എല്ലാ സ്കിന്നിങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മസാജ് ചെയ്യുന്ന സമയത്ത്.
ഇങ്ങനെ ഗ്ലിസറിനുണ്ട്, അലോവേറ ഉണ്ട്, ആൻഡ് ദ ഓയിൽ ഈസ് ഓൾസോ ഡെയർ. എല്ലാ കാര്യങ്ങളും. പിന്നെ ഓയിലി ആയിട്ടൊന്നും ഇരിക്കില്ല, ഒരു കുഴപ്പമില്ല. നല്ലതായിട്ട് സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇത് കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ആ ഒരു സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആകും. ഇതിപ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്കിന്ന് നല്ല ക്ലീൻ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. രാവിലെ വരെ ഇത് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ മതി. രാവിലെ നോർമലായിട്ട് എഴുന്നേറ്റ് മുഖമൊക്കെ വാഷ് ചെയ്ത് നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് പോകണം, മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് സ്കിന്നിൽ കിടക്കും. ഉറങ്ങാൻ സമയത്ത് ഇതിങ്ങനെ സ്കിന്നിനെ റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? ഈസിയാണ്, എളുപ്പം ചെയ്യാം. സോ ഇറ്റ്സ് എ വെരി നൈസ് ആൻഡ് ഈസി, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീം DIY. ഈ ഡബ്ബ ഇങ്ങനെ വൈറ്റ് ആയതുകൊണ്ട് അത്ര അറിയാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. സോ ഇറ്റ്സ് ലൈക്ക് എ ക്രീം. ഇപ്പോൾ നമ്മളൊരു പോൺസ് ക്രീമൊക്കെ വാങ്ങിച്ചാൽ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ നിവിയ അങ്ങനെയൊക്കെ പറയില്ലേ പണ്ടത്തെ, അതുപോലത്തെ ഒക്കെ ക്രീമിനൊക്കെ കളർ തന്നെയാണ് ഓൾമോസ്റ്റ്. പക്ഷെ നമുക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ അടച്ച് വയ്ക്കുക. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, വെളിയിൽ വെച്ചിരുന്നാൽ മതി. ആവശ്യാനുസരണം ഉപയോഗിക്കാം. തീരുമ്പോൾ അടുത്ത സെറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോലെ ഉപയോഗിക്കണം. ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് പറയണം. ഓക്കെ, കൈക്കൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ, മുഖം മാത്രം ആക്കണമെന്നില്ല. വേണമെങ്കിൽ ഫിംഗേഴ്സ് ആൻഡ് സോഫ്റ്റ്, നമ്മുടെ ഈ ഭാഗമൊക്കെ എപ്പോഴും നല്ലതായിട്ടിരിക്കുന്നത് നല്ലതാണ്. ഇവിടെയൊക്കെ ചുളുക്ക് വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ ഫിംഗേഴ്സ്, സ്കിന്ന് ഇൻ ജനറൽ ഏജ്ഡ് ആകുമ്പോൾ സ്കിന്നിനെയാണ് ആദ്യം അത് ബാധിക്കുന്നത്. അപ്പോൾ ഹെയറിനെ ബാധിക്കുന്നത് അരയുടെ രൂപത്തിലാണ്, അത് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് കളർ ചെയ്താൽ മതി. പക്ഷേ സ്കിന്നിനെ ബാധിക്കുമ്പോൾ നമ്മളെങ്ങനെ അറിയാം? അത് റിങ്കിൾസും ഫൈൻ ലൈൻസും ആയിട്ടാണ് വരുന്നത്. ഇതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്കിന്നിരിക്കും. നല്ല എന്താ പറയുക, യൂത്ത്ഫുൾ സ്കിന്നായിരിക്കും. കുറച്ചുകൂടി ചെറുപ്പമായിട്ടിരിക്കാൻ സഹായിക്കും. അത്ര പെട്ടെന്ന് നമ്മൾ വയസ്സാവില്ല. സ്കിൻ എപ്പോഴും നല്ല. പിന്നെ സ്കിന്നിൻ്റെ ചെറുപ്പവും കാണാനുള്ള ചെറുപ്പത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലൊരു ചെറുപ്പം ഉണ്ടാകണം. നമ്മൾ കുറച്ചൊരു യങ് അറ്റ് ഹാർട്ട് ആയാൽ മാത്രമേ കാര്യമുള്ളൂ. നമുക്ക് ജീവിതത്തിനോട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരിക്കണം. നമുക്ക് എല്ലാം മതിയായി മടുത്തു എന്നൊരു ഫീലിംഗ് പാടില്ല. നമ്മൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട്, അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും നന്നായിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ആ ഒരു ഫീലിംഗ് മനസ്സിൽ ഉണ്ടാകണം. സ്കിന്നിലും ഹെയറിലും മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ നമ്മുടെ സ്വഭാവത്തിലും ആ ഒരു യൂത്ത്ഫുൾനെസ് ഉണ്ടെങ്കിൽ നല്ലതായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, യങ് ആൻഡ് ഹാർട്ട് അടിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്യൂട്ടി വ്ളോഗ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് ഞാൻ കിടന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. റിസൾട്ട് പറയാൻ മറക്കണ്ട. ഓക്കെ, കമൻറ്റ് ബോക്സിലേക്ക് വരിക. അപ്പോൾ ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.